ഇന്നത്തെ വചനചിന്ത കർത്താവ് താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. വചനം ശ്രവിക്കുന്ന താങ്കൾക്കെതിരെ ദുഷ്ടൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു കല്ലും താങ്കളുടെ മേൽ വീഴാതെ സർവശക്തനായ കർത്താവ് യേശു ക്രിസ്തു എനിക്കും താങ്കൾക്കും വേണ്ടി പ്രവർത്തിക്കും. ദൈവകരം താങ്കൾക്ക് വേണ്ടി ചലിക്കുമ്പോൾ ദൈവകൃപ താങ്കളുടെ മേൽ വ്യാപരിക്കും. താങ്കളെ താഴ്ത്തുവാനല്ല, പിൻനിരയിൽ നിന്ന് മുൻനിരയിൽ എത്തിക്കുവാനത്രേ ദൈവം പ്രവർത്തിക്കുന്നത്. അസ്ഥിയുടെ താഴ്വരയിൽ ദൈവത്തിൻ്റെ വാക്കിന് സാഹചര്യം നോക്കാതെ പ്രവാചകൻ പ്രവചിക്കുവാൻ തയ്യാറായപ്പോൾ, കാറ്റ് കണ്ടില്ലെങ്കിലും മഴ കണ്ടില്ലെങ്കിലും വിശ്വാസത്തോടുകൂടെ താഴ്വരയിൽ കുഴിവെട്ടുവാൻ തയ്യാറായപ്പോൾ, ജീവൻ്റെ തുടിപ്പ് കാണാത്ത അസ്ഥിയുടെ താഴ്വരയിൽ പ്രവചിച്ചത് സംഭവിച്ചുവെങ്കിൽ, പ്രവചിച്ചു കഴിഞ്ഞപ്പോൾ അവ സൈന്യമായി എഴുന്നേറ്റുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവപൈതലെ, കാറ്റ് കാണാതെ മഴ കാണാതെ വിശ്വാസത്തോടുകൂടെ താഴ്വരയിൽ കുഴിവെട്ടിയപ്പോൾ വെള്ളം നിറഞ്ഞുവെങ്കിൽ, ദൈവത്തിൻ്റെ വാക്കിന് വിശ്വാസത്തോടുകൂടെ ചലിക്കുന്നവർക്ക് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. വിശ്വാസത്തോടുകൂടെ ചലിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അത്ഭുതം കാണുവാൻ സാധിക്കും. 55 സങ്കീർത്തന പുസ്തകം 5 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുന്നില്ല. ഭയപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കും. ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ, കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്ന വിഷയത്തിന്മേൽ മനസ്സറിയുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത്. നാം കർത്താവിൽ ആശ്രയിക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, മുന്നോട്ടുള്ള സകല ദുർഘടം പിടിച്ച അവസ്ഥകളെയും ദൈവം മാറ്റി നൽകുവാനിടയാകും. താങ്കൾ അനുഭവിക്കുന്ന സകല കഷ്ടതയും ദുർഘടം പിടിച്ച അവസ്ഥകളിലും എത്തിച്ചേരുന്നത് താങ്കളുടെ നന്മയിലാണ്. സകല പ്രതികൂലങ്ങളും താങ്കളുടെ അനുഗ്രഹത്തിന് കാരണമാകും. അതിനാൽ ദൈവസന്നിധിയിൽ കരമുയർത്തി പ്രാർത്ഥിക്കണം. യേശുവേ, ഞാൻ തകർന്നു പോകുവാൻ അനുവദിക്കല്ലേ. എനിക്ക് ആശ്രയിക്കുവാൻ ഈ ലോകത്ത് അങ്ങില്ലാതെ വേറൊരു ദൈവമില്ല. ഈ ലോകത്ത് സേവിക്കുന്ന എൻ്റെ യേശു മാത്രമാകുന്നു കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായുള്ളത്. യേശുവിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നവൻ, കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നവൻ സകല വിഷയത്തിന്മേൽ ജയിക്കുവാനിടയാകും. കാരണം സകല വിഷയത്തിന്മേലും ജയമെടുത്ത സർവശക്തനായ ദൈവം താങ്കൾക്ക് വേണ്ടി അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ഒരുക്കുവാനിടയാകും. താങ്കൾക്കായി വഴികൾ തുറക്കും. താങ്കളെ തകർത്ത് കളയുവാൻ ഒരു ദുഷ്ടശക്തിക്കും കഴിയുകയില്ല. ഈ ലോകത്തിൽ ആർക്കും കുറ്റം പറയുവാൻ പറ്റാത്ത വിധം വലിയൊരു സന്തോഷം താങ്കളെ തേടിയെത്തും. കർത്താവ് യേശു ക്രിസ്തു താങ്കളുടെ ഉയർച്ചയുടെ എല്ലാവരെക്കാളും മാന്യതയുള്ള അനുഗ്രഹിക്കപ്പെട്ട പുതുവഴികൾ തുറന്നു നൽകുവാനിടയാകും. കഴിഞ്ഞ നാളുകളിൽ കരഞ്ഞില്ലേ? ഹൃദയവേദനയിലൂടെ ആയിരുന്നില്ലേ? ദൈവം താങ്കളുടെ സാഹചര്യങ്ങൾ അറിയുന്നുണ്ട്. ഇന്ന് കടന്നു പോകുന്ന സാഹചര്യം ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവം വഴി തുറക്കും. ദൈവം മറുപടി നൽകും. താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് വലിയൊരു മാറ്റം നൽകും. താങ്കൾ വീണു പോകുവാൻ ഒരിക്കലും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. താങ്കളെ വീഴുവാൻ ദൈവം അനുവദിക്കത്തില്ല. യെശയ്യാപ്രവചന പുസ്തകം 54 തിരുവചനം പ്രകാരം വായിക്കുന്നു: ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോവുകയില്ലെന്ന്. ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോവുകയില്ല. നിൻ്റെ യൗവനത്തിൽ ലജ്ജ നീ മറക്കും. നിൻ്റെ വൈവിധ്യത്തിലെ നിന്ദ ഇനി ഓർക്കുകയുമില്ല. കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവം താങ്കളുടെ ഭാവിയെ അനുഗ്രഹമാക്കും. എങ്ങനെ ഇനി മുന്നോട്ട് പോകുമെന്നുള്ള ചിന്ത താങ്കൾക്കിനി വേണ്ട. ദൈവം താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. താങ്കളുടെ പ്രാർത്ഥന ദൈവസന്നിധി എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ വചനം ശ്രവിക്കുന്ന താങ്കളെ മനുഷ്യരുടെ വാക്കുകൾ തളർത്തിക്കൊണ്ടിരിക്കാം. എന്നാൽ ഈ വചനചിന്ത ശ്രവിക്കുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ വചനം താങ്കളെ വളർത്തും. ദൈവത്തിൻ്റെ വചനം താങ്കളെ തളർത്തുകയല്ല, വളർത്തുകയത്രേ ചെയ്യുന്നത്. ഇത് ദൈവം താങ്കൾ കണ്ടിരിക്കുന്നു. താങ്കളുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞിരിക്കുന്നു. താങ്കളുടെ കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. താങ്കളുടെ കണ്ണുനീരിനെ തുടച്ച് താങ്കളെ കരയുവാൻ ഇനി ദൈവം അനുവദിക്കത്തില്ല. താങ്കൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ഇത് താങ്കൾക്ക് ഇന്നു മുതൽ ദൈവം അനുഗ്രഹം നൽകുന്നു. ആത്മീകവും ഭൗതികവുമായ നന്മകൾ നൽകി മാനിക്കുവാൻ കർത്താവ് ശക്തനാണ്. ഇപ്പോഴുള്ള കണ്ണുനീർ, ഇപ്പോഴുള്ള കഷ്ടതകൾ ഏറ്റവും നല്ലതിനാണ്. കണ്ണുനീരും കഷ്ടതകളും അർഹിക്കപ്പെടാത്ത മേഖലയിലേക്ക് ദൈവം കൊണ്ടു നിർത്തുവാൻ കാരണമാകും. അതിനാൽ നിരാശപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. താങ്കളുടെ വിഷയത്തിന്മേൽ കർത്താവ് പ്രവർത്തിക്കും. താങ്കളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, താങ്കളെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ദൈവം മാറ്റും. ശ്രേഷ്ഠമായ നന്മകൾ കർത്താവ് കരങ്ങളിൽ ഏൽപ്പിക്കുവാനാണ്. മറ്റാരും അനുഭവിക്കാത്ത കഷ്ടതകളും കണ്ണുനീരും പ്രതികൂലങ്ങളുമൊക്കെ കടന്നു വരുന്നതെന്ന് ഓർക്കുക. അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ നന്മയോടുകൂടെ പുതുവഴികൾ വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി തുറക്കും.
ആവർത്തന പുസ്തകം 31-8 തിരുവചനം ഇപ്രകാരം വായിക്കുന്നു, ഈ യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കളെ കാണുന്ന ദൈവമുണ്ട്. കർത്താവ് താങ്കൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അബ്രഹാം ഇസഹാക്കിനോട് പറഞ്ഞു, യഹോവ ഈരേ. അതേ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കായി തക്ക സമയം കരുതുന്ന ദൈവത്തെ നാം ആരാധിക്കുന്നത്. ആകയാൽ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോഴും പ്രവർത്തിക്കുന്ന ദൈവം കൂടെയുണ്ടെന്നും തക്ക സമയം ദൈവം സകലത്തെയും കരുതുന്നുണ്ടെന്നും പൂർണ്ണമായി വിശ്വസിച്ച് ഉറപ്പോടുകൂടെ മുന്നോട്ട് നടക്കുക. പലപ്പോഴും ഏലിയാവിനെ പോലെ ഇപ്പോഴും അത് യഹോവയുടെ പ്രാണൻ എടുത്തുകൊള്ളണമെന്ന് എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്നൊക്കെയും വിലപിക്കാറുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, നിനക്കേറെ ദൂരം നടക്കാനുണ്ട്, നിനക്കേറെ ദൂരം യാത്ര ചെയ്യാനുണ്ട്. ക്ഷീണിച്ചു പോകേണ്ട ഒരു വ്യക്തിയല്ല താങ്കൾ. കർത്താവ് താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് താങ്കൾക്ക് വേണ്ടി ദൂതനെ അയക്കും. മുന്നോട്ട് ശക്തിയോടുകൂടി നടക്കുവാൻ, അനേകരെ തീയിൽ നിന്ന് വലിച്ചെഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് ഇനിയും താങ്കൾക്ക് കൃപ നൽകും, ശക്തി നൽകും. വചനം ശ്രമിക്കുന്ന ഏവരെയും കർത്താവ് കൃപ നൽകി അധികമായി മാനിക്കട്ടെ. കർത്താവ് താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഗോഡ് ബ്ലസ് യു. ആമേൻ.